ടോപ്പ് ട്യൂഷൻ്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്സ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: 1 മോൾ എനി സബ്സ്റ്റൻസ് എടുത്താലും അതിലെ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. പക്ഷേ പല സബ്സ്റ്റൻസിൻ്റെ 1 മോൾ എടുത്താൽ അതിൻ്റെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കുന്നു. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസിൽ ഉള്ളത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതായത് 1 മോൾ കാർബൺ എടുക്കുകയാണെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാകും. 1 മോൾ കോപ്പർ എടുക്കുമ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് കോപ്പർ ആറ്റംസ് ഉണ്ടാകും. ഇനി പാർട്ടിക്കിൾ കൗണ്ട് സെയിം തന്നെയാണ് 1 മോളിൽ ഈ രണ്ട് കേസിലുള്ളത്. പക്ഷെ ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിൻ്റെ സൈസ് കണ്ടോ ഡിഫറെൻ്റ് അല്ലേ? കാർബണിൻ്റെ സൈസ് കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബണിൻ്റെ സൈസ്, അതായത് 1 മോളിൻ്റെ മാസ് അതിനേക്കാളും വലിയ കാർബണിനേക്കാളും വലിയ ആറ്റമിക് സൈസുള്ള കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബണിൻ്റെ മോൾ മാസ് കുറവായിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ? അബ്സല്യൂട്ട് സീറോ എന്നാൽ എന്താണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ഗ്യാസിന് എത്താൻ പറ്റുന്ന ഏറ്റവും മിനിമം ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് ഈ ഏറ്റവും മിനിമം ടെമ്പറേച്ചറായ -273.15 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം തിയററ്റിക്കലി 0 മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ -273 ഡിഗ്രി സെൽഷ്യസിന് അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. ഇത് എങ്ങനെയാണ് വരുന്നത്? നമുക്കറിയാം, ചാൾസ് ലോ പ്രകാരം ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം ഓഫ് എ ഗ്യാസ് ടെമ്പറേച്ചറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഓഫ് ദ ഗ്യാസും കൂടിക്കൊണ്ടിരിക്കും. 0 to 300 വരെ നമ്മളിങ്ങനെ വെരിഫൈ ചെയ്ത് ഈ ഗ്രാഫ് P1 പ്രഷറിൽ വോളിയം പ്ലോട്ട് ചെയ്തു. ഇതാണ് ഈ ഗ്രാഫ് കിട്ടിയത്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി. ഈ സെയിം ഗ്രാഫ് ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് ആക്സിൽ മുട്ടുന്ന ഈ പോയിന്റ് -273.15 ആണ്. ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ. ഈ സെയിം സിനാരിയോ ആണ് നമ്മൾക്ക് വേറെ ഒരു ഡിഫറെൻറ്റ് പ്രഷറിൽ സെറ്റ് ചെയ്തിട്ടും മൾട്ടിപ്പിൾ P2, P3, P4 ഡിഫറെൻറ്റ് പ്രഷറിലും സെയിം സിനാരിയോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി. ഇനി ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന എല്ലാവരും മെർജ് ചെയ്തത് സെയിം -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് എനി പ്രഷറിലും മിനിമം ടെമ്പറേച്ചർ ഒരു ഗ്യാസിന് ഇവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റിയത് -273.15 ആണ്. അതുകൊണ്ട് ഇതിനെ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോയിലാകുമ്പോഴേക്കും വോളിയം എത്ര? വോളിയം y ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വോളിയത്തിൻ്റെ വാല്യൂ എത്രയാണ്? 0. വോളിയം 0 ആകുകയാണ് ചെയ്യുന്നത് ടെമ്പറേച്ചർ അബ്സല്യൂട്ട് സീറോയിൽ ആകുമ്പോൾ. അതുകൊണ്ടാണ് -273 ഏറ്റവും മിനിമം ടെമ്പറേച്ചർ ഒരു ഗ്യാസിന് എത്താൻ പറ്റും. ആ ടെമ്പറേച്ചറിൽ വോളിയം തിയറിറ്റിക്കലി 0 ആകും. അതുകൊണ്ട് -273 ആണ് അബ്സല്യൂട്ട് സീറോ. ക്വസ്റ്റ്യൻ: നമുക്ക് തന്നിരിക്കുന്നത് 300 കെൽവിനിൽ 5 ലിറ്റർ ആണ് ഒരു ഗ്യാസിൻ്റെ വോളിയം. വാട്ട് വിൽ ബി ദ വോളിയം അറ്റ് 600 കെൽവിൻ? ടെമ്പറേച്ചർ 600 കെൽവിനിലേക്ക് ആക്കിയാൽ ഗ്യാസിൻ്റെ വോളിയം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഏത് ലോ ആണ് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് ഡേറ്റ എടുത്തെഴുതാം, അപ്പോൾ ക്ലാരിറ്റി വരും. ഫസ്റ്റ് സിനാരിയോയിൽ V1 വോളിയം 1 5 ലിറ്റർ, ടെമ്പറേച്ചർ 1 300 കെൽവിൻ. വോളിയം 2 ആണ് നമുക്ക് കാണേണ്ടത്, ടെമ്പറേച്ചർ 2 600 കെൽവിൻ. ഇവിടെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള എങ്ങനെയാണ് റിലേഷൻ? അത് ഏത് ലോ ആണ് പറയുന്നത്? വോളിയവും ടെമ്പറേച്ചറും ആകുമ്പോൾ ചാൾസ് ലോ. ചാൾസ് ലോ അനുസരിച്ചിട്ട് V/T ഇസ് എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സിനാരിയോനെയും V/T കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: V1/T1 ഇസ് ഈക്വൽ ടു V2/T2. നമുക്ക് V2 മാത്രമാണ് അൺനോൺ. അപ്പോൾ V2 ഇസ് ഈക്വൽ ടു V1T2/T1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 ലിറ്റർ. Volume at 600 Kelvin temperature is 10 liter. Question: calculate the volume of 3 moles of a gas at STP. 3 moles of gas at STP എത്ര വോളിയം ഉണ്ടാവുന്ന?
സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വോളിയം അറ്റ് STP 1 മോൾ ആണെന്നുണ്ടെങ്കിൽ 22.4 ലിറ്റർ ആണുള്ളത്. അപ്പോൾ അതിൽ 3 മോൾ ആണെന്നുണ്ടെങ്കിൽ 3 × 22.4 3 × 22.4 67.2 ലിറ്റർ. വോളിയം ഓഫ് 3 മോൾസ് ഓഫ് എനി ഗ്യാസ് 67.2 ലിറ്റർ ആയിരിക്കും. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ, നമുക്ക് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ 2 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. ഈ ഗ്രാഫ് സെക്കൻഡിൽ തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ, y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് V/T, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് കൂടി. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് ഏതാണ് ലോ? ചാൾസ് ലോ. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ വാല്യൂ V/T. ഇവിടെ y ആക്സിസിൽ പ്ലോട്ട് ചെയ്തത് V/T ആണ്. V/Tയുടെ പെക്യുലാരിറ്റി എന്താണ്? ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ടാണല്ലോ പോകുന്നത്. അതായത് V/T ഒരു കോൺസ്റ്റന്റ് ആണ്. ചാൾസ് ലോ പ്രകാരം V/T is a constant. ക്വസ്റ്റ്യൻ, ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. C+O2 gives CO2. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 24 ഗ്രാം ഓഫ് കാർബൺ കംപ്ലീറ്റ് ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. C+O2 gives CO2. ഇവിടെ എല്ലാ കോഎഫിഷ്യൻസും 1 തന്നെയാണ്. അപ്പോൾ 1:1:1. 1 മോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഉണ്ടാവുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. ആദ്യം മോൾ റേഷ്യോ എഴുതി. അതായത് 1 മോൾ കാർബണിന് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 24 ഗ്രാം ഓഫ് കാർബൺ ആണ്. ഈ 24 ഗ്രാം ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര മോൾ ആണെന്ന് ആദ്യം നോക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് 24 ഗ്രാം ഓഫ് കാർബൺ. 24 ആണ് ഗിവൺ മാസ്. കാർബണിൻ്റെ മോളാർ മാസ് 12. അപ്പോൾ 24/12 കിട്ടി. 2 മോൾസ് കാർബൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 മോൾസ് കാർബൺ ആണെന്നുണ്ടെങ്കിൽ 1 മോളിന് 1 മോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 മോൾസ് കാർബണിന് 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മോളാർ മാസ് എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാമിലുള്ള മാസാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മോളിൻ്റെ മാസ് 44 ഗ്രാം ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബൺ 12 ഓക്സിജൻ 16. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 ഗ്രാം ആണ്. നമുക്കുള്ളത് 2 മോൾസ് ആണ്. പ്രൊഡ്യൂസ് ചെയ്തത് 2 മോൾസ് ആണ്. അപ്പോൾ 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് ഇൻറ്റു 2 ചെയ്താൽ 88 ഗ്രാം. ക്വസ്റ്റ്യൻ, നമുക്ക് 2 സാമ്പിൾസ് തന്നിട്ടുണ്ട്. 18 ഗ്രാം ഓഫ് വാട്ടർ, 17 ഗ്രാം ഓഫ് അമോണിയ. ഇതിൽ ഏതിലാണ് കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. മോളാർ മാസ് ഓഫ് വാട്ടർ H2O. മോളാർ മാസ് എത്രയാണ്? 18 ഗ്രാം. അതായത് 16 + 2 ഹൈഡ്രജൻ 2:1. അപ്പോൾ മോളാർ മാസ് ഓഫ് വാട്ടർ 18 ഗ്രാം ആണ്. ഈ 18 ഗ്രാം വാട്ടറാണ് നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിലുള്ളത്. അപ്പോൾ 18 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടാകും? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 18/18 1 മോളാണ് ഈ 18 ഗ്രാം ഓഫ് വാട്ടർ സാമ്പിളിലുള്ളത്. നെക്സ്റ്റ് 17 ഗ്രാം ഓഫ് അമോണിയ. അമോണിയയുടെ മോളാർ മാസ് എത്രയാണ്? 1 മോളിൻ്റെ മാസ് നൈട്രജൻ 14, ഹൈഡ്രജൻ 3. സോ 17 ഗ്രാം പെർ മോളാണ് മോളാർ മാസ് ഓഫ് അമോണിയ. നമുക്ക് ഗിവൺ സാമ്പിളിൽ 17 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. അവിടെയും നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് 17/17 1 മോൾ. ഈ 2 സിറ്റുവേഷനിലും 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ് ഉള്ളത്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഈ 2 സാമ്പിളിലും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉള്ളത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് 11.2 ലിറ്റർ ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് STP? STPയിൽ 11.2 ലിറ്റർ നൈട്രജൻ ഗ്യാസിൻ്റെ മാസാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജൻ N2. അറ്റ് STPയിൽ നമുക്കറിയാം 22.4 ലിറ്ററാണ് 1 മോളിൻ്റെ
വോളിയം വരുന്നത്. ഇവിടെ STPയിൽ 11.2 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് 22.4ൻ്റെ ഹാഫ് ആണല്ലോ, 11.2. ഇത് ഹാഫ് മോളാണ്. നമുക്ക് തന്നിരിക്കുന്നത് ഹാഫ് മോളാണ് നൈട്രജൻ ഗ്യാസ്. ഹാഫ് മോൾ നൈട്രജൻ്റെ മാസാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോളാർ മാസ് നമുക്കറിയാം 28, 2 × 14, N2 ആണ്. നൈട്രജൻ 1ൻ്റെ മാസ് 14. അപ്പോൾ 2 നൈട്രജൻ ആറ്റംസ് വന്നിട്ടുള്ള മോളാർ മാസ് 28 ഗ്രാം പെർ മോളാണ് നൈട്രജൻ്റെ ഉള്ളത്. മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഈ 11.2ൽ നമ്പർ ഓഫ് മോൾസ് 0.5 ഇൻറ്റു ഒരു മോളാറിൻ്റെ മാസ്, മോളാർ മാസ് ഓഫ് നൈട്രജൻ 28. സോ 0.5 ഇൻറ്റു 28, 14 gram per mole. Mass of 11.2 liter of nitrogen gas is 14 gram at STP. Question: what are some important postulates of kinetic molecular theory? ഇത് ജസ്റ്റ് ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പോയിന്റ്സ് കൈനറ്റിക് മോളിക്കുലാർ തിയറി വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. എനി ഗ്യാസ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ് ഗ്യാസസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഗ്യാസിൻ്റെ കേസിൽ വളരെ കുറവായിരിക്കും. ഗ്യാസിന് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് കുറവായത് കാരണം കൂടുതൽ ഫ്രീ ആയിട്ട് കുറേ സ്ഥലത്തെ ഓക്യുപ്പൈ ചെയ്ത് റാൻഡം മോഷൻ പോസിബിൾ ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഭയങ്കര കുറവാണ്. ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് നോക്കിയാൽ ഇൻഡിവിജ്വൽ മോളിക്യൂളിൻ്റെ ഗ്യാസ് മോളിക്യൂളിൻ്റെ വോളിയം നല്ല കുറവാണ്. ഇനി ഗ്യാസ് വോളിയം ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. ആക്ച്വലി റാൻഡം മോഷനിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് വോളിയം കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷനിൽ എപ്പോഴും മൂവ്മെൻറ്റിലായിരിക്കും. അതുകൊണ്ട് അവർക്കൊരു കൈനറ്റിക് എനർജി ഉണ്ടാകും. ഈ കൊളീഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ദ കണ്ടെയ്നർ, അതാണ് ഗ്യാസ് വാളിൽ കൊടുക്കുന്ന പ്രഷർ. ഈ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നർ വാൾസിൽ കൊളൈഡ് ചെയ്യുമ്പോൾ കൊളീഷൻ്റെ സമയത്ത് അതൊരു ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതാണ്. അതായത് കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ തിരിച്ച് മോളിക്യൂൾസിലേക്ക് കിട്ടുവാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് നേച്ചർ ആയത് കാരണം കൈനറ്റിക് എനർജി ഗ്യാസിൻ്റെ വാളിലുള്ള ആ കൊളീഷൻ വെച്ചിട്ട് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി നഷ്ടമാവുന്നില്ല. ഇലാസ്റ്റിക് നേച്ചറിൽ സെയിം എമൗണ്ട് ഓഫ് എനർജി തിരിച്ചു കിട്ടുകയും ചെയ്യുന്നത് കാരണം അൺചേഞ്ച് ആയിരിക്കും കൈനറ്റിക് എനർജി. ഇനി ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടി വേഗത്തിലാകും. അതായത് മൂവ്മെൻറ്റിന് പ്രൊപ്പോർഷണലാണ് കൈനറ്റിക് എനർജി. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസും കൂടും. ഇത് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ജസ്റ്റ് മനസ്സിൽ ഓർത്തിയാൽ മതി. ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 3.011 × 10⁻23 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇത്രയാണ്, അതിലുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് കണക്കാക്കേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബൺ 2 ഓക്സിജൻ. 1 മോളിൽ അവഗാഡ്രോ നമ്പർ ഉണ്ടെന്നറിയാം. അപ്പോൾ ഇത് എത്ര മോളുണ്ടെന്ന് അറിയണമെന്ന് എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു, ഒരു നമ്പർ ഓഫ് മോൾസ് കണക്കാക്കാനുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അവഗാഡ്രോ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അറിയാലോ. ഒരു മോളിലുള്ളത് അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ തന്നിരിക്കുന്ന സാമ്പിളിൽ എത്ര അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ആണ് നമ്മൾ നോക്കിയത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിരിക്കുന്നത് 3.011 × 10⁻23 ഡിവിഷൻ. അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. ഇത് ക്യാൻസൽ ചെയ്തു. ഡിവിഷൻ 0.5 മോൾ. തന്നിരിക്കുന്ന ഈ സാമ്പിളിൽ 0.5 മോൾ ആണ് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്. Subscribe to this channel for more videos like this. Question: what is the difference between relative atomic mass and gram atomic mass? റിലേറ്റീവ് ആറ്റമിക് മാസും ഗ്രാം ആറ്റമിക് മാസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. റിലേറ്റീവ് ആറ്റമിക് മാസ് എന്ന് പറഞ്ഞത് ഒരു റേഷ്യോ ആണ്.
ഒരു എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ് കാർബൺ 12 കമ്പയർ ചെയ്ത് എത്രയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതിനുള്ള ആ റേഷ്യോ. റിലേറ്റീവ് ആറ്റമിക് മാസ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ആവറേജ് മാസ് ഓഫ് ആൻ ആറ്റം ടു 1/12 ഓഫ് ദ മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഇവിടെ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ കാർബൺ 12 6 പ്രോട്ടോൺസ് 6 ന്യൂട്രോൺസ്, അതായത് 12 ന്യൂക്ലിയോൺസിന് 12 U ആണ്. ഹൈഡ്രജന് ഒരു പ്രോട്ടോൺ മാത്രമാണ് ഹൈഡ്രജൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ കാർബൺ 12 കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ്റെ റിലേറ്റീവ് ആറ്റമിക് മാസ് 1. ഇനി ഗ്രാം ആറ്റമിക് മാസ് എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റമിക് മാസ് റെപ്രസെൻറ്റ്സ് മാസ് ഓഫ് ഒരു മോൾ ഓഫ് ആറ്റംസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിന് എത്ര മാസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഗ്രാം ആറ്റമിക് മാസ്. ഈ ഗ്രാം ആറ്റമിക് മാസ് ഈ റിലേറ്റീവ് ആറ്റമിക് മാസിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഗ്രാമിലായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഹൈഡ്രജൻ്റെ റിലേറ്റീവ് ആറ്റമിക് മാസ് 1 ആണ്, യൂണിറ്റ് ഒന്നുമില്ല. ഗ്രാം ആറ്റമിക് മാസിലേക്ക് വരുമ്പോൾ ഹൈഡ്രജൻ്റെ ഗ്രാം ആറ്റമിക് മാസ് 1 gram per mole. Question. Find the total number of atoms in 44 gram of carbon dioxide. 44 gram കാർബൺ ഡയോക്സൈഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൽ ഒരു കാർബൺ 2 ഓക്സിജൻ. നമുക്ക് നോക്കാം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബണിൻ്റെത് ആറ്റമിക് മാസ് 12, ഓക്സിജൻ 16. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് 44 gram ആണ്. അതായത് 1 മോളിൻ്റെ മാസ് 44 gram per mole ആണ് കാർബൺ ഡയോക്സൈഡിന്. ഇതിൽ 44 ഗ്രാമിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 44 gram, മോളാർ മാസ് കിട്ടിയിരിക്കുന്നത് 44. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ 44/44 1 മോൾ. നമ്പർ ഓഫ് മോൾസ് ഇൻ 44 gram ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വൽ 1 മോൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ 1 മോളിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമുക്ക് ഒരു മോളാണുള്ളൂ, അപ്പോൾ 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ. നമുക്ക് ഫൈനലി വേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഒരു കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൽ 3 ആറ്റംസ്, ഒരു കാർബൺ 2 ഓക്സിജൻ, അതായത് 3 ആറ്റംസ് ഒരു മോളിക്യൂളിനുണ്ട്. അപ്പോൾ ഇത്രയും മോളിക്യൂളിൽ എത്ര ഉണ്ടാകും? 3 ഇൻറ്റു ദിസ് അവഗാഡ്രോ നമ്പർ 1.8066 ഇൻറ്റു 10^24 ആറ്റംസ് ആണ് ഈ 44 gram ഓഫ് കാർബൺ ഡയോക്സൈഡിൽ ഉള്ളത്. ക്വസ്റ്റ്യൻ. കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ 2H2 + O2 gives 2H2O. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മൾ 10 മോൾസ് ഓഫ് ഹൈഡ്രജനും 10 മോൾസ് ഓഫ് ഓക്സിജനും റിയാക്ഷന് വേണ്ടി എടുത്തു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്? രണ്ടും 10 മോൾസ് വെച്ചെടുത്താൽ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആയി വരുന്നത് ഏതാണെന്ന്, അതായത് ഏതിൻ്റെ അളവാണ് തികയാണ്ട് വരുന്നത്. റിയാക്ഷൻ നടക്കാൻ ഈ രണ്ടും 10 വെച്ചിട്ട് മോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിയാക്റ്റൻറ്റ് തീർന്നു പോയിട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ മറ്റേ റിയാക്റ്റൻറ്റ് ബാലൻസ്ഡ് എക്സസ് ആയിട്ട് കിടക്കും. അതൊക്കെയാണ് ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് എഴുതാം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 2H2 + O2 gives 2H2O. മോൾ റേഷ്യോ നോക്കൂ, ഓരോന്നിൻ്റെ കോഎഫിഷ്യൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. ഹൈഡ്രജൻ ഓക്സിജനും വാട്ടറും തമ്മിലുള്ള മോൾ റേഷ്യോ 2:1:2 ആണ്. അതായത് 2 മോൾസ് ഓഫ് ഹൈഡ്രജന് 2 മോൾസ് ഓക്സിജൻ വേണ്ട. 2 മോൾസ് ഓഫ് ഹൈഡ്രജന് വേണ്ടത് ഓൺലി 1 മോൾ ഓഫ് ഓക്സിജൻ ആണ് വേണ്ടിയത്. അപ്പോൾ നമ്മളിവിടെ 10 എന്നുള്ളത് എക്സസ് അല്ലേ, ഓക്സിജൻ എക്സസ് ആണെന്ന് അപ്പോൾ മനസ്സിലായി. അതായത് ഹൈഡ്രജൻ്റെ മോൾസിൻ്റെ പകുതി മോൾസ് മതി ഓക്സിജൻ. അപ്പോൾ 2 മോൾസ് ഓഫ് ഹൈഡ്രജൻ നീഡ്സ് ഓൺലി 1 മോൾ. അപ്പോൾ 10 മോൾസ് നീഡ് ഓൺലി 5 മോൾസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ എക്സസ് ഓക്സിജൻ എത്രയാണ്? നമ്മളിവിടെ 10 ഓക്സിജൻ എടുത്തിട്ടുണ്ട് 10 മോൾ. അപ്പോൾ 10 മൈനസ് ആവശ്യമുള്ള ഈ 5 മോൾസ് ആണ് എക്സസ്. ഇവിടെ ഓക്സിജൻ എക്സസ് ആണ്, ഹൈഡ്രജൻ തീർന്നുപോയി. അപ്പോൾ ആ തീർന്നു പോയത് അതാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജൻ്റെ എമൗണ്ട് തീർന്നു പോയത് കാരണമാണ് ഈ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആയത്. എക്സസ് ഓക്സിജൻ ഉണ്ടെങ്കിലും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യാനുള്ള ഇനഫ് ഹൈഡ്രജൻ ഇല്ല. അതിൻ്റെ വോളിയം അതിൻ്റെ എമൗണ്ടാണ് ലിമിറ്റിംഗ് ആയത്. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഇവിടെ ഹൈഡ്രജൻ. ക്വസ്റ്റ്യൻ.
വെതർ ബലൂണിൻ്റെ സൈസ് സീ ലെവലിൽ നിന്ന് മേളിലേക്ക് പോകുന്തോറും കൂടി വരാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമ്മൾ ബോയിൽസ് ലോ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈറ്റ് കൂടുന്തോറും കുറഞ്ഞാണ് വരുന്നത്. ബോയിൽസ് ലോ അനുസരിച്ചിട്ട് PV ഇസ് എ കോൺസ്റ്റൻറ്റ്, അതായത് പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടിയ വോളിയം കുറയും, പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മേളിലേക്ക് പോകുന്തോറും കുറയുന്നത് കാരണം വോളിയം നാച്ചുറലി കൂടും. അതുകൊണ്ട് സൈസ് ഓഫ് വെതർ ബലൂൺ ഇൻക്രീസസ് ഹൈറ്റ് കൂടുന്തോറും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.